മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF ജനപ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരുടെയും യോഗം സംഘടിപ്പിച്ചു. മാറാടി വജ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ജനപ്രതിനിധി സംഗമത്തിൽ നിരവധി ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരുമാണ് പങ്കെടുത്തത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരുടെയും സംഗമം സംഘടിപ്പിച്ചു. മാറാടി വജ്ര കൺവെൻഷനിൽ നടന്ന സംഗമം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് മത്സരിച്ചവരാണ്, ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും എന്നാൽ വലിയ ടാർഗറ്റ് അല്ലാതിരിക്കുമ്പോൾ എളുപ്പവും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം. ഇത് നമ്മളൊരു ടാർഗറ്റായി മാറുമ്പോൾ അവർ ഏത് നിലയ്ക്കും ഏത് രീതിക്കും എന്തും കാണിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ BJPയുടെ കാര്യം പറഞ്ഞു. അത് കൂടാതെ എനിക്കിപ്പോൾ CPMന്റെ ഈ സൈബർ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മളോട് തരത്തിലുള്ള ചില ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് താഴെ തട്ടുള്ളതാണ്. അപ്പോൾ അവർ അയച്ചതിന് സ്ഥാനമാണ്. CPM സംസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്ന് 8 പേരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അവരെന്ത് പോസ്റ്റ് ഇട്ടാലും അതിൽ സംസ്ഥാനത്ത് മുഴുവനുള്ള ഇവരുടെ സൈബർ വിങ് അവർ അറ്റാക്ക് ചെയ്യും. അത് അവർക്കുള്ള നിർദ്ദേശമാണ്. അപ്പം അതിൻ്റെ എന്നോട് ഇഷ്ടമുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ നമ്മുടെ ഒരു പ്രോട്ടോ രീതിയൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ഒരാൾ എനിക്കത് ഷെയർ ചെയ്ത് തന്നൊരു സാധനമാണ് ഈ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് കാണിക്കുന്നത് അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് നമ്മൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ മൂവാറ്റുപുഴയിൽ നമുക്ക് പൊതുവെ നോക്കുമ്പോൾ നമുക്ക് വലിയ ഒരു വെല്ലുവിളിയൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ കാണാത്ത വലിയ അടിപൊളിക്ക് വേണ്ടി അവർ ശ്രമിക്കും. ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് ഉള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇത്രയും വലിയ ആധികാരികമായ വിജയം നേടാൻ കഴിയുന്നതാണ്. കോൺഗ്രസിനും UDFനും അതിൻ്റെതായ സംഘടനാ സംവിധാനവും സംഘടനാ സ്ട്രെങ്തും എല്ലാം ഉണ്ടാകും, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട്. നമുക്ക് ഘടകകക്ഷികളുടേതായ സ്ട്രെങ്ത് ഉണ്ട്, നമ്മളിൽ ഐക്യമുണ്ട്, നമ്മളെല്ലാവരും അങ്ങനെ വലിയൊരു കൂടുതൽ പ്രശ്നങ്ങളോ അകൽച്ചയൊന്നുമില്ല. മാറാടി, പായിപ്ര, വാളകം, ആവോലി, മൂവാറ്റുപുഴ നഗരസഭ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDF ജനപ്രതിനിധികളും ജനപ്രതിനിധികളായി മത്സരിച്ചവരുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ആവോലി, വാളകം ഡിവിഷനുകളിൽ നിന്നും വിജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തു. UDF നിയോജക മണ്ഡലം കൺവീനർ KM അബ്ദുൾ മജീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് വർക്കി, ഷെൽമി ജോൺസ്, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീ ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് അസീസ്, ഷാൻഡി എബ്രഹാം, രജിത സുധാകരൻ, ജോജി ജോസ്, UDF ഘടകകക്ഷി നേതാക്കളായ ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, KM പരീദ്, റജി ജോർജ്, മുഹമ്മദ് പനക്കൽ, OP ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.